തലമുറകളുടെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങിയ എല്ലാ വിഭാഗങ്ങളിലുള്ള വായനക്കാർ നെഞ്ചേറ്റിയ എഴുത്തുകാരൻ MT വിട പറയുകയാണ്. മഹാമൗനത്തിൻ്റെ നിമിഷങ്ങളാണ് ഇനി ശൂന്യവേള എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. തിരിഞ്ഞു നോക്കുമ്പോൾ മലയാളിക്ക് കൃതജ്ഞതയോടെ കൈകൂപ്പാം. ജീവിതത്തിൻ്റെ തീക്ഷ്ണ യാഥാർത്ഥ്യങ്ങളിലേക്ക്, അക്ഷരക്കൂട്ടുകളിലേക്ക് കൈപിടിച്ച് നടത്തിയതിന് നന്ദി MT എന്ന് വായനക്കാർ പറയും. ഏതാനും നിമിഷങ്ങൾക്കകം വിലാപയാത്ര അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്ന്, സിതാരയിൽ നിന്ന് യാത്ര തുടങ്ങും. മധു ചേരുന്നു. മധു, രമേഷ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മൃത്യുപേടകത്തിൽ, ഈ മൃതിവാഹനത്തിൽ MT ഇവിടെ നിന്ന് പുറപ്പെടുകയാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, MTക്ക് ആദ്യമായി സമ്മാനങ്ങൾ നേടിയ, MT ആദ്യമായി പ്രസംഗിച്ച, MT ആദ്യമായി കവിത എഴുതിയ, MT ആദ്യമായി കഥ എഴുതിയ ആ കുമരനെല്ലൂർ സ്കൂളിൽ നിന്നുള്ള അവിടെ പുതിയ തലമുറ MTക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ഇതാ ഇപ്പോൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. MT ആദ്യമായി ദീർഘകാലം തൻ്റെ സ്വപ്ന സാക്ഷാത്കാരം എന്നോണം MT ചുവടുവെച്ച മാതൃഭൂമിയുടെ പ്രതിനിധികൾ ഇതാ ഇവിടെ MTക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്നു. അതിനപ്പുറത്ത് MTയെ വായിച്ച് കാലങ്ങളിലൂടെ MTയെ അറിഞ്ഞ് MTയെ പോലെ വേഷം ധരിക്കാൻ ആഗ്രഹിച്ച ഒരു തലമുറയുണ്ടായിരുന്നു. MTയെ പോലെ മുടി ചീകിയ ഒരു തലമുറയുണ്ടായിരുന്നു. MTയുടെ കഥാപാത്രങ്ങളെപ്പോലെ നട്ടെല്ലോടെ ജീവിക്കാൻ എന്നും തയ്യാറായൊരു തലമുറയുണ്ടായിരുന്നു. ആ MTയെ സ്നേഹിക്കുന്ന ആളുകളെല്ലാം ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് 2 കിലോമീറ്ററേ ഉള്ളൂ. 2 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ MT അത് അക്ഷരാർത്ഥത്തിൽ തെക്കോട്ടുള്ള ഒരു യാത്ര എന്ന് പറയുമ്പോൾ ആ തെക്കോട്ടിറക്കം എന്ന് തന്നെ പറയണം. അതിന് മറ്റൊരു വാക്ക് പറയാനില്ല. കാരണം MT തൻ്റെ അഭയം എന്ന ഈ തനിക്കായി കാത്തുകിടക്കുന്ന ഈ വണ്ടിയിൽ, മൃത്യുപേടകത്തിൽ MT യാത്രയാകുമ്പോൾ ഒരു മഞ്ഞ് പോലെ, നേരത്തെ നമ്മൾ കേൾപ്പിച്ച മഞ്ഞിൻ്റെ ഒരു മഞ്ഞുകണം പോലെ MT യാത്രയാവുന്നു. MT യാത്രയാകുമ്പോൾ അത് ഓരോ മലയാളിയെയും, ലോകമെമ്പാടുമുള്ള ഓരോ മലയാളിയെയും അക്ഷരാർത്ഥത്തിൽ സങ്കടപ്പെടുത്തുന്ന ഒന്നാണ് എന്ന് തന്നെ പറയാം. MTയെ കാണാൻ, അവസാനമായി ഒരു നോക്കു കാണാനായി കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു 3:30 തന്നെ പുറപ്പെടാൻ കഴിയും എന്ന്. എന്നാൽ തെല്ലുകൂടി നീണ്ടുപോയേക്കും. ഇനി അധികം പേർക്ക് ഇവിടെ അവസരമില്ല. മാവൂർ റോഡ് ശ്മശാനത്തിൽ സ്മൃതിപഥത്തിലേക്ക് MT യാത്രയാവുകയാണ്. സ്മൃതിപഥത്തിലേക്ക് MT വാസുദേവൻ നായർ എന്ന എഴുത്തുകാരനും അദ്ദേഹത്തിൻ്റെ പ്രപഞ്ചങ്ങളും കോടി ബ്രഹ്മാണ്ഡങ്ങളും അദ്ദേഹത്തോടൊപ്പം അവിടേക്ക് കടന്നെത്തുകയാണ്. MT വാസുദേവൻ നായർ അനശ്വരനാവാൻ പോവുകയാണ്. വീണ്ടും കാണും എന്ന് കരുതട്ടെ, ഇവിടെ വെച്ച്, അവിടെ വെച്ച്, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും വെച്ച്. അതേ ആൾക്കൂട്ടത്തിൽ തനിയെ MT ഇപ്പോൾ മാവൂർ റോഡ് ശ്മശാനത്തിലേക്ക് അല്പസമയത്തിനുള്ളിൽ ആ വാഹനത്തിൽ ഇപ്പോൾ യാത്ര തിരിക്കും. ആ വിലാപയാത്ര ഉടൻ തന്നെ യാത്ര ആരംഭിക്കുകയാണ്. അവിടെ ഇപ്പോൾ കുമരനെല്ലൂർ ഹൈസ്കൂളിൽ അദ്ദേഹം പഠിച്ച ആ സ്കൂളിലെ വിദ്യാർത്ഥികളടക്കം അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട്. കുമരനെല്ലൂർ സ്കൂള്, കുമരനെല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തോട് അദ്ദേഹത്തിന് ഇങ്ങനത്തെയുള്ള ഗാഢബന്ധം തന്നെയുണ്ട്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ എഴുത്തിലെ ഗുരുനാഥനായ ശ്രീ അക്കിത്തത്തിൻ്റെ സ്ഥലമാണ് കുമരനെല്ലൂർ. അവിടെ അക്കിത്തത്തെ കാണാനും അദ്ദേഹത്തിൽ നിന്ന് പുസ്തകങ്ങൾ കടം കൊള്ളാനുമായി അദ്ദേഹം ധാരാളം അങ്ങോട്ട് പോകാറുണ്ട് എന്ന് അദ്ദേഹം തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കുമരനെല്ലൂർ ഹൈസ്കൂളിലാണ് അദ്ദേഹം പഠിച്ചത്. അദ്ദേഹം ശരിക്കും ആദ്യം ഒരു കോപ്പൻ മാസ്റ്ററുടെ കുടിപ്പള്ളിക്കൂടത്തിലാണ് ആദ്യം അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം തുടങ്ങുന്നത്. പിന്നീട് മറ്റൊരു എലമെൻ്ററി സ്കൂളിൽ പഠിച്ചു, തിരുമലക്കാവ് എന്ന് പറയുന്ന തൊട്ടടുത്ത ഒരു എലമെൻ്ററി സ്കൂളിൽ. പിന്നീടാണ് കുമരനെല്ലൂർ ഹൈസ്കൂളിൽ പഠിക്കാൻ വന്നത്.